ഫ്രണ്ട്സ്, ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ഞാനൊരു ബട്ടർ കേക്കാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അതിന് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് മൈദ മാവാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് അരിച്ചെടുത്തതാണിത്. പിന്നെ 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഇത്രയും പാല് വേണ്ടി വരില്ല, നമുക്ക് ആവശ്യത്തിന് ഒഴിക്കാം. പിന്നെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. പിന്നെ നമുക്ക് 1 സ്പൂൺ വാനില എസൻസ് വേണം, 2 മുട്ട വേണം, 100 ഗ്രാമിൻ്റെ അൺസോൾട്ടഡ് ബട്ടർ വേണം, ലേശം ഉപ്പും വേണം. ആദ്യമായിട്ട് നമുക്ക് ബട്ടർ പൊട്ടിച്ച് ഇടാം. ബട്ടർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ സോൾട്ടും കൂടെ ചേർത്ത് നമ്മൾ ക്രീമി ഇതാക്കി എടുക്കണം. ക്രീം പരുവാക്കി നമ്മൾ എടുക്കണം. വിസ്ക് വെച്ച് ചെയ്താൽ മതി. നമ്മൾ ഓവനിലല്ല കേക്ക് ചെയ്യുന്നത്. നല്ല പോലെ ക്രീം ആക്കണം. അതുകൊണ്ട് നമ്മൾ നല്ല ക്രീമി ആക്കിയിട്ട് എടുക്കാം. ക്രീമായിട്ട് നമുക്ക് കിട്ടും. ക്രീമായിട്ടുണ്ട്. ഇനി നമുക്ക് 1 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് വയ്ക്കാം. രണ്ടാമത്തെ മുട്ട ഇതേപോലെ തന്നെ വിസ്ക് വെച്ച് നല്ല പോലെ മിക്സ് ചെയ്ത് 3/4 സ്പൂൺ മതി. വാനില എസൻസ് കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് പാലൊഴിക്കണം. 2 സ്പൂൺ അളവിൽ മതി. പിന്നെ അത് വേണമെങ്കിൽ മാത്രം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ലേശം നല്ല പോലെ ഉപ്പിട്ട് കൊടുക്കാം. മൈദ കുറേശ്ശെ ഇട്ട് ഇളക്കാം. മൈദയും കൂടെ ഇട്ട് കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ ശരിയായിട്ടുണ്ട്. നമ്മൾ അതിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ബട്ടർ പേപ്പർ വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് അതിലാണ് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നല്ലപോലെ ചൂടായിട്ട് സിമ്മാക്കുക. എന്നിട്ട് നമ്മുടെ ബാറ്റർ അതിലേക്ക് വയ്ക്കുക. 40 മിനിറ്റ് 50 മിനിറ്റ് ഇരിക്കട്ടെ. അടിപൊളി ബട്ടർ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ബീറ്ററും ഓവണും ഒന്നും ഇല്ലാതെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ചെയ്ത് നോക്കണം. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ അടുത്തൊരു റെസിപ്പിയായി വരുന്നത് വരെയും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.